എല്ലാവരും ഓൺലൈൻ ക്ലാസ് തിയറി നന്നായിട്ട് അറിഞ്ഞിരിക്കണം, നമുക്ക് എന്ത് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോഴും. പിന്നെ ചില ആൾക്കാർ സാറ് പറയുന്ന ക്വസ്റ്റ്യൻസും ആ ഓപ്ഷൻസും മാത്രം ബൈഹാർട്ട് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് സാറ് പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് സാറ് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴും സാർ അതിന് പറയുന്ന ഒരു റാഷണൽ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിൽ ഓപ്ഷൻസ് എല്ലാം ഒരേപോലെയുള്ള, എല്ലാം ശരിയാണെന്ന് തോന്നുന്ന ഓപ്ഷൻസ് ആയിരിക്കും അവർ കൊടുക്കുന്നുണ്ടാവുക. 4 ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ 4 ഓപ്ഷനും ലൈക്ക് നമുക്ക് തോന്നും 4ഉം ശരിയാണെന്നാണ് തോന്നുക. ബട്ട് അതിലുള്ള ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യണമെങ്കിൽ വി ഷുഡ് നോ തിയറി എന്താണ് മീൻ ചെയ്യണതെന്ന്. സോ എല്ലാവരും സാറിന്റെ തിയറി ക്ലാസ്സും ക്രാഷ് എന്തായാലും അറ്റ്ലീസ്റ്റ് 1 അല്ലെങ്കിൽ 2 ക്രാഷ്, നമുക്കൊരു ക്രാഷ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കപ്പാസിറ്റി എന്താണെന്ന്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഒരു ക്രാഷോ അല്ലെങ്കിൽ 2 ക്രാഷോ എന്തായാലും അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് എക്സാം എഴുതാം. ആൻഡ് സർ, താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്.